പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. എന്തിനായിരിക്കും ഞാനിപ്പോൾ നിങ്ങളോട് അങ്ങനെ പറഞ്ഞതെന്നായിരിക്കും നിങ്ങളെല്ലാവരും ആലോചിക്കുന്നത്. യെസ്, എല്ലാം പഠിച്ചു കഴിഞ്ഞു, എനിക്കൊന്നും പഠിക്കാനില്ല, എനിക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ ചാപ്റ്ററും ഏകദേശം അറിയാം, ഞാൻ കുറച്ച് കോൺഫിഡൻ്റ് ആണ് എന്നുള്ളവരോടാണ് ഞാൻ ആ ഡയലോഗ് പറഞ്ഞിരിക്കുന്നത്. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. സോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റീസൺ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങൾ എത്രത്തോളം ക്രൂഷ്യലാണെന്ന് നിങ്ങൾക്കറിയാം. കാരണം വളരെ കുറച്ച് ദിവസങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കും. ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫുള്ള് പഠിച്ചു കഴിഞ്ഞ് ഞാൻ പക്ക ആണെന്ന് തോന്നുന്നവരോടാണ് ഞാനിത് സംസാരിക്കുന്നത്. സോ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് മാറണമെങ്കിൽ നിങ്ങൾ ആദ്യം എങ്ങനെയാണോ പഠിച്ചു തുടങ്ങിയത് അതേപോലെ തന്നെ ആയിരിക്കണം ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളും നിങ്ങളെ ആ ഒരു ഡേ നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇനി ശരിക്കും തൊട്ട് മുന്നേ കുറച്ച് കാലങ്ങൾ മുന്നേ പഠിച്ച പോലെയാണോ നിങ്ങളിപ്പോൾ പഠിക്കുന്നത്? ചെറിയൊരു ഡിലേ ഇല്ലേ? ഏകദേശം എല്ലാ ടോപ്പിക്സും എനിക്കറിയാം, ഏകദേശം എല്ലാ കാര്യങ്ങളും എനിക്കറിയാം എന്നുള്ളൊരു ഓവർ കോൺഫിഡൻറ്റ് വന്ന് നിങ്ങൾ ആ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണോ? ഞാൻ സംസാരിക്കുന്ന മൈനോറിറ്റിയാണ് കേട്ടോ, നോട്ട് മെജോറിറ്റി. ബാക്കിയുള്ളവരെല്ലാവരും പഠിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ചെറിയ രീതിയിൽ എന്തായിരുന്നുണ്ടാവും, ടോപ്പിക്സൊക്കെ റിവൈസ് ചെയ്യുന്നുണ്ടാവും. എന്നാൽ എല്ലാം പഠിച്ച് ഏകദേശം ഓക്കെ ആയവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് ഓവർ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ എക്സാം ഹോളിൽ അത് നമുക്ക് നല്ല രീതിയിൽ തിരിച്ചടിക്കും. എക്സാം ഹോളിൽ കയറുന്ന സമയത്ത് ശരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. എക്സാം ഹോളിൽ കയറുന്ന സമയത്ത് ഫസ്റ്റ് ടൈം നമ്മൾ കയറുന്ന സമയത്ത് ഭയങ്കര രീതിയിൽ നമ്മൾ മൊത്തത്തിലൊരു ബ്ലാങ്ക് ആയി പോകുന്ന സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. എക്സാം ഹോളിൽ കയറുന്ന സമയത്ത് ആ ഒരു ബ്ലാങ്ക് കാര്യങ്ങൾ ഒഴിവായി പോകണമെങ്കിൽ നമുക്കൊരു കണ്ടിന്യൂറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അത് ബ്ലാങ്ക് ആയിട്ട് വരാൻ കാരണം. നമ്മളൊരു കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യുക. ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങൾ പ്രോപ്പറായിട്ട് കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കുക. നിങ്ങൾ എത്ര ദിവസം വരെ എങ്ങനെ പഠിച്ചു, ഇതുവരെ എങ്ങനെ പഠിച്ചു, അതേപോലെ തന്നെ ആയിരിക്കണം ഇനി അങ്ങോട്ടേക്കുള്ള പഠിത്തവും എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസാണ് നിങ്ങളെ റിസൾട്ടിലേക്ക് എത്തിക്കുന്ന ഏറ്റവും വലിയ ഘടകം. അത് എപ്പോഴാണോ നിങ്ങൾ സ്ലോ ആവുന്നത്, ഡിലേ ആവുന്നത്, അത് നിങ്ങളുടെ റാങ്കിനെ വലിയ രീതിയിൽ മാറ്റിമറിക്കും. സോ നന്നായി പഠിക്കുന്ന, നല്ല മാർക്ക് വാങ്ങുന്ന നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഇനി ഉണ്ടാവാൻ പാടില്ല. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സമയം എന്നുള്ളത്. വളരെ കുറച്ച് സമയം നമ്മളെ മുന്നിലുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സമയം ഇനി നഷ്ടപ്പെടുത്തരുത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഇനി മിസ്സാക്കരുത്. വളരെ പ്രോപ്പറായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് മൂവ് ചെയ്യുക. ഓൺലി പെർഫെക്റ്റ് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളെ മനസ്സിലുണ്ടാവണം. കാരണം ഡിസ്ട്രാക്ഷൻസ് നല്ല രീതിയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. എക്സാം അടുക്കും തോറും ഡിസ്ട്രാക്ഷൻസ് കൂടുന്ന പോലെയുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും. സോ പെർഫെക്റ്റ് ആയുള്ള ഒരു പ്രാക്ടീസിലൂടെ മാത്രമേ നിങ്ങൾക്ക് അത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് 100 പ്രാവശ്യം നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയാസിലൂടെ കടന്നു പോവുക. നല്ല രീതിയിൽ പഠിച്ച ചാപ്റ്റേഴ്സിലെ ഓൾ ഇക്വേഷൻസ്, ഫിസിക്സിനെ സംബന്ധിച്ച് എല്ലാ ഇക്വേഷൻസിലൂടെയും കടന്നു പോവുക. ഇക്വേഷൻസ് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ ഇക്വേഷൻസ് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുന്ന ചോദ്യങ്ങൾ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, റേഷ്യോ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ആ രീതിയിലുള്ള ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും വരുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഫോക്കസ്ഡ് ആവുക. ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് നോക്കുക. ആ രീതിയിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് സ്റ്റോപ്പാക്കരുത്, ഉഷാറാക്കുക. റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കാനും വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. ഡോണ്ട് വിഷ് ഫോർ ദ റിസൾട്ട്, വർക്ക് ഫോർ ഇറ്റ്, റെഡി ഫോർ ഇറ്റ്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.